ഹായ് ഹലോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ട് ഒരു അച്ചാറാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു പൈനാപ്പിളാണ്. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേനും ഒരു 300 ഗ്രാമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഇരട്ടി ആണ് സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മുള്ള് കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ നടുക്കുള്ള പോർഷനില്ലേ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു നീളത്തിലായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല എരിവും പുളിയും മധുരവും എല്ലാം ആയിട്ട് കഴിക്കുക. ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഉണ്ടാക്കിയ പാടെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇനി പാനിലേക്ക് ഒരു 50 ml എള്ളെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ എടുക്കുകയാണെങ്കിൽ 100 ml എള്ളെണ്ണ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിളിൻ്റെ അച്ചാർ എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെളുത്തുള്ളിയൊക്കെ കുറച്ച് ചേർത്താൽ മതി, അധികം ചേർത്ത് കൊടുക്കണ്ട. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും എല്ലാമാണ് ചേർത്ത്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ അധികം എരിവുണ്ടാവില്ല. അപ്പോൾ 2.5 ടേബിൾ സ്പൂണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കൂട്ടി പൊടിച്ചതാണ്. ഇനി നിങ്ങൾ വെറും മുളക് പൊടി ആണെങ്കിൽ ജസ്റ്റ് ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഭയങ്കര എരിവാകുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരിയും സാദാ മുളക് പൊടിയും ചേർത്ത് പൊടിച്ച മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. ഇനി ഈ സമയത്ത് നിങ്ങൾ അതായത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ പിന്നെ ഓൺ ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൈനാപ്പിൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ നിന്ന് ഇപ്പം മാറ്റേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയേ. നമ്മളല്ലാണ്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്, അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതില്ലേ നമ്മുടെ കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക. അതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പം തന്നെ ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം നമുക്ക് പുറത്തായാലും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്കെല്ലാം റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ഒരു ശർക്കര ചീകിയെടുത്തതാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോഴത്തേനും ഒത്തിരി മധുരമൊന്നും ഉണ്ടാവില്ല. കുറച്ച് മധുരം, കുറച്ച് പുളി, എരിവ് ഈ വലിപ്പത്തിലുള്ള ഒരു ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇരട്ടി എടുക്കുകയാണെങ്കിൽ 2 ശർക്കര ചേർക്കണേ. അങ്ങനെ ഇതെല്ലാം ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ രീതിയിലാകുമ്പോഴത്തേനും ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുത്തിട്ട് 2 മിനിറ്റ് മാത്രം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. 2 മിനിറ്റ് ആയതിന് ശേഷം തുറന്ന് നോക്കുമ്പം കണ്ടോ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ചേർക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലായിട്ട് ഒരു 50 ml വിനാഗിരി മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അധിക നേരം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2-3 തിള മാത്രം വന്നാൽ മതി. നിങ്ങളിപ്പോൾ കാണുമ്പം ഇത് വെള്ളം പോലെയാണോ എന്നെല്ലാം വിചാരിക്കും, പക്ഷേ അതല്ല. നമ്മൾ 2-3
2-3 ദിവസം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് കുറുകി നല്ല ഒരു അച്ചാറിൻ്റെ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്കിത് അത് ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിക്കും എല്ലാം കഴിക്കാൻ നല്ലൊരു അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.